ഇതേപോലെ ഇവർ ആ സിനിമ പ്ലാൻ ചെയ്യുമ്പോൾ ഇതിൽ മമ്മൂട്ടി ആയിട്ടും മുകേഷ് കത്ത് എഴുതുന്നതാണ്. അതായത് മുകേഷ് ലിസിക്ക് മമ്മൂട്ടി ചേട്ടൻ എന്ന് പറഞ്ഞ് കത്ത് എഴുതുന്നത് ശരിക്കും അത് മമ്മൂട്ടിയുടെ വോയിസിലാണ് ലിസി കേൾക്കുന്നത്. അപ്പൊ ഇവർ ആദ്യം മമ്മൂട്ടിയോടൊന്നും പറഞ്ഞിരുന്നില്ല. ആ സമയത്ത് മമ്മൂട്ടി പത്മരാജന്റെ തിങ്കളാഴ്ച നല്ല ദിവസം ആ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിനിമലയിൽ പോയിട്ട് ഇങ്ങനെ ഒരു പടം പ്ലാൻ ചെയ്ത് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നമുക്കൊന്നും ഡബ് ചെയ്യണം എന്നാണ്. അപ്പൊ മമ്മൂട്ടി കഥ കേട്ടിട്ട് പറഞ്ഞു ഞാൻ ഡബ് ചെയ്യാലോ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് മമ്മൂട്ടി വന്നിട്ട് ഡബ് ചെയ്തത്. ഇതേപോലെ ഇപ്പൊ നമ്മള് രേഖാചിത്രത്തിലും ഈ ഒരു രേഖാചിത്രത്തിന്റെ പ്ലാനിങ് നടക്കുന്ന സമയത്തും അത് കാതോട് കാതോരം സിനിമയിൽ അങ്ങനെ ഒരു ഇൻസിഡന്റ് സംഭവിച്ചതും അത് മമ്മൂട്ടിയുടെ കോൺട്രിബ്യൂഷനൊക്കെ കൂടി ചേർന്നിട്ടാണ് ചർച്ച ചെയ്തത്. അപ്പൊ ശരിക്ക് ഈ സിനിമ ഒരു 85 ജനുവരി 7 ഷൂട്ട് തുടങ്ങണത് ഈ മുത്താരം കുന്നിന്റെ. ഇതേ ദിവസം തന്നെയാണ് രേഖാചിത്രം റിലീസ് ചെയ്തത്. അപ്പൊ അന്ന് രേഖാചിത്രത്തിന്റെ പ്രൊമോഷൻ സമയത്തും സിനിമ ഇറങ്ങിയ ശേഷം സിബി മലയിലും കമലും, കാരണം കമൽ അന്ന് കാതോട് കാതോരത്തിന്റെ അസോസിയേറ്റ് ഡയറക്ടറാണ്. അപ്പൊ ഇവരെല്ലാം രേഖാചിത്രത്തിന്റെ ഒരു ഗെറ്റ് ടുഗദർ എന്ന് പറഞ്ഞ് ഇവര് പഴയ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ സിനിമയിൽ പറഞ്ഞു എനിക്ക് വളരെ ഇമോഷണൽ ആയിട്ടൊരു ദിവസമാണ് ജനുവരി 7, കാരണം എന്റെ സിനിമ തുടങ്ങിയതും രേഖാചിത്രം റിലീസ് ചെയ്തതും ഒരേ ദിവസമാണ് എന്ന് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ഈ സിനിമയുടെ ഷൂട്ടിന് പോകുന്ന സമയത്ത് സിബി മലയിലെ ഫാദർ വയ്യാതെ കിടക്കുന്ന സമയമാണ്. എനിക്ക് ഈ സിനിമ ഷൂട്ട് തുടങ്ങിയ ശേഷം അദ്ദേഹത്തിന്റെ ഫാദർ മരിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞു എന്റെ ആദ്യത്തെ സിനിമ എനിക്ക് അങ്ങനെ കുറെ ഓർമ്മകളും കുറെ ഇമോഷണലി ഭയങ്കര കണക്ട് ആയിട്ടുള്ള സിനിമയാണ്. പക്ഷെ ഇപ്പൊ ഈ രേഖാചിത്രത്തിലൂടെ ആ 2 സിനിമകളാണ് ഇപ്പോൾ വീണ്ടും മലയാളികൾക്ക് ഓർമ്മിപ്പിക്കണത്, കാതോട് കാതോരും ഇതേപോലെ മുത്താരംകുന്ന് പിയോയും. ഇപ്പം മലയാള സിനിമ കണ്ട് ശീലിച്ചവർക്ക് ഓർമ്മയുണ്ടാവും. പക്ഷെ ഇപ്പൊ നമ്മുടെ ന്യൂ ജനറേഷൻ വെച്ച് നോക്കുമ്പോൾ ഈ സിനിമകളൊക്കെ കണ്ടു കാണുമെന്ന് പോലും ഡൗട്ടാണ്. 40 വർഷം മുമ്പാണ് ഈ സിനിമകളൊക്കെ റിലീസ്. ഇപ്പൊ കാതോട് കാതോരും പിന്നെയും എല്ലാവർക്കും മനസ്സിലാവും പാട്ടിന്റെ ഉള്ളതുകൊണ്ട്. പക്ഷെ മുത്താരംകുന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പത്തെ ഈ ഒരു സിനിമ കാരണം കൊണ്ട് ആ സിനിമയും കൂടെ എല്ലാരും ഓർത്തെടുക്കുവാണ്. അങ്ങനെ ഒരു ക്വാളിറ്റിയും കൂടെ ഉണ്ട് നമ്മുടെ മലയാള സിനിമയിൽ. പഴയ സിനിമകൾ വീണ്ടും ഓർത്തെടുക്കാനുള്ള നമ്മള് യൂട്യൂബിൽ തന്നെ പല പഴയ സിനിമകൾ ഇപ്പൊ കാതോട് കാതോരം ആയിക്കോട്ടെ, ഈ പറയുന്ന മുത്താരംകുന്ന് ആയിക്കോട്ടെ, പല സിനിമകളും നമ്മളിപ്പോ ചെല്ലുമ്പോൾ അതിന്റെ ലേറ്റസ്റ്റ് കമന്റ് കിടക്കുന്നത് ഫേസ്ബുക്കിൽ ഇന്ന വീഡിയോ കണ്ടിട്ടാണോ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്, അല്ലെങ്കിൽ ഇന്ന റീല്, അല്ലെങ്കിൽ ഇന്ന ആളുടെ ഇന്റർവ്യൂ കണ്ടു വന്നു. അപ്പൊ നമ്മൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ പല പഴയ സിനിമകളും യൂട്യൂബിൽ വ്യൂ വരുന്നത് ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഡിസ്കഷൻ. ഇപ്പൊ നമ്മളിപ്പോ ഈ ഡിസ്കസ് ചെയ്യുന്നത് പോലും ചിലപ്പോൾ ഇത് കണ്ടിട്ട് ഒരു 10 പേര് ആ സിനിമ കാണാൻ പറ്റിയാൽ അതാണ് നമ്മുടെ സന്തോഷം എന്ന് പറയുന്ന പോലെയാണ്. അപ്പൊ നമ്മുടെ ഒരു വീഡിയോ കണ്ടിട്ട് ഒരാൾ കാണുന്നു, ഇങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോലെ പല ഡിസ്കഷൻസ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോലെ ഒരു 10 പേരോ 20 പേരോ വേറെ ഡിസ്കഷൻസ് നടക്കുന്നുണ്ടാവും. അത് കണ്ടിട്ടായിരിക്കാം ഈ സിനിമയിലേക്ക് ആളുകൾ തിരിച്ചുപോക്ക് എന്ന് പറയുന്ന പോലെ സംഭവിക്കുന്നത്. ഈ ജഗദീഷ് ഈ സിനിമയുടെ ഒരു ത്രെഡ് മാത്രമേ കൊടുത്തിട്ടുള്ളെങ്കിലും, കാരണം ഇപ്പൊ ജഗദീഷൊക്കെ പറയും അന്ന് ഇവരെല്ലാവരും ഒരു കൂട്ടായ്മ പോലെ ആയതുകൊണ്ട് ഇവരുടെ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ട്. ജഗദീഷ് നല്ലൊരു എഴുത്തുകാരൻ തന്നെയാണ്. ഇത് ശരിക്കും ജഗദീഷിന്റെ ഒരു നമ്മൾ പറഞ്ഞു ജഗദീഷിന്റെ കഥയാണ്. ശരിക്കും ജഗദീഷിന്റെ ഒരു നാടകമായിരുന്നത്. ഞാൻ ആ നാടകത്തിന്റെ പേര് മറന്നുപോയി. ജഗദീഷ് പണ്ട് എഴുതിയ ഒരു നാടകത്തിനെ ബേസ് ചെയ്തിട്ട് അതിലാണ് ഈ പാരൽ കോളേജ് അധ്യാപകൻ ഇതൊക്കെ ഉള്ളത്.